വിശന്നിരിക്കുന്ന ഒരുപാട് മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട്. ഒരു നേരത്തെ അന്നം നൽകുന്നതാണ് ഏറ്റവും വലിയ പുണ്യപ്രവൃത്തി എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മൾ. ദിവസേന 200 പേർക്ക് സൗജന്യ ഭക്ഷണം നൽകുന്ന വയനാട്ടിലെ രാജഗോപാലിനെയും ഭാര്യ കൈരളിയെയും കുറിച്ചാണ് പറയാനുള്ളത്. സുൽത്താൻ ബത്തേരി നഗരത്തിൽ നിരവധി ആളുകളാണ് ഇവരുടെ വരവും കാത്തിരിക്കുന്നത്. ആരും സഹായിക്കാനില്ലാതെ ആയതോടെ ബാങ്കിൽ നിന്ന് കടമെടുത്താണ് ഇവരിപ്പോൾ പാവങ്ങളുടെ വയറ് നിറയ്ക്കുന്നത്. ആദ്യം അവരെ ഒന്ന് രാജഗോപാലന്റെയും ഭാര്യ കൈരളിയുടെയും ദിനചര്യയാണിത്. 6 മണിക്ക് എഴുന്നേറ്റ് പാചകം തുടങ്ങും. കഷ്ണമൊക്കെ രാത്രി മുറിച്ച് വെക്കും. പതിനൊന്ന് മണിയോടെ ചോറും കറിയുമെല്ലാം റെഡിയാകും. നേരെ സുൽത്താൻ ബത്തേരിയിലേക്ക്. എട്ട് വർഷമായിട്ട് വിശന്നിരിക്കുന്ന ആരും ഒരു പാത്രമായിട്ട് വന്നാലും അവർക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചെറിയൊരു പ്രശ്നമുണ്ട്. ഭക്ഷണം നൽകാൻ കടമെടുക്കേണ്ട അവസ്ഥയായി. ഒരു മാസത്തിൽ ഒരു 10-15 ദിവസം മാത്രമാണ് നമുക്ക് സ്പോൺസർമാരെ സഹായമായിട്ട് വരുന്നത്. ബാക്കി വരുന്ന ദിവസങ്ങളിൽ കൊടുക്കുന്നതുകൊണ്ടാണ് ഈ ബാധ്യത വന്നിട്ടുള്ളത്. ഏകദേശം ഒരു 5 ലക്ഷം റുപ്യേൻ്റെ മുകളിൽ ബാധ്യതയായിരിക്കുകയാണ് ഇപ്പോൾ. പിന്നെ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിർത്തണം എന്നൊക്കെ പലതവണ ആലോചിച്ചിട്ടുണ്ട്. കണ്ടറിയാലോ, അപ്പം നിർത്താൻ പറ്റില്ല. നമുക്കിപ്പോൾ ഒരു ദിവസം 5000 റുപ്യാണ് ഇതിനു വേണ്ടി ചിലവ് വരുന്നത്. വിശക്കുന്നവരെ നിരാശരാക്കാനാകില്ല. ഭക്ഷണം നൽകുന്നത് തുടരണം. സന്മനസ്സുള്ളവർ ഒപ്പം ചേരുമോ എന്നാണ് രാജഗോപാൽ ചോദിക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, വയനാട്.